അനുമോദ്, മലപ്പുറത്തെ സാഹചര്യം, മലപ്പുറത്ത് അസാധാരണമായ സാഹചര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും സാക്ഷ്യം വഹിക്കാറുണ്ട്. ലീഗിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്നത് പോലെയുള്ള കാഴ്ചകളൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയും കാണില്ല, നമ്മൾ മലപ്പുറത്ത് അത് കാണും. ഓരോ സീറ്റും ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് മുന്നണികളുടെ ഭാഗത്ത്? മലപ്പുറത്തെ സംബന്ധിച്ച് UDF തർക്കം നിലനിൽക്കുന്നത് വളരെ കുറച്ച് പഞ്ചായത്തുകൾ മാത്രമാണ്. അതിൽ പൊന്മുണ്ടമാണ് ഇനിയും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു തലവേദനയായിട്ട് തുടരുന്നത്. അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ചേർന്ന് ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കി ലീഗിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സാഹചര്യം വരെ പൊന്മുണ്ടത്ത് ഉണ്ടായേക്കും. അതിലേക്കുള്ള സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ അധികം വന്ന സീറ്റുകൾ വീതം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. അതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൽ ഏറെക്കുറെ ചർച്ചകളിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അത് പൂർത്തിയായിട്ടുമില്ല. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 32-ൽ കഴിഞ്ഞ തവണ 22-ൽ ലീഗും 10-ൽ കോൺഗ്രസുമായിട്ട് മത്സരിച്ചത്. അത് ഇത്തവണയും അതേ സ്റ്റാറ്റസ് കോ തുടരുന്നു. അധികം വന്ന ഒരു സീറ്റ് ലീഗ് എടുക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ 23-10 എന്ന നിലയിലേക്ക് തന്നെയായിരിക്കും UDFൻ്റെ ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നിലവരിക. മറ്റ് ഇടങ്ങളിൽ ലീഗ് കോൺഗ്രസ് തർക്കം നിലനിൽക്കുന്നത് പൊന്മുണ്ടത്ത് മാത്രമാണ് തലവേദനയാവുന്നതെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ UDF മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെൽഫെയർ തൃണമൂൽ ബന്ധമാണ് UDFനെ സംബന്ധിച്ചിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് താഴെത്തട്ടിൽ ധാരണയുണ്ടാക്കി മത്സരിക്കാനുള്ള നീക്കമാണ് UDFൻ്റെ ഭാഗത്തുള്ളത്. അതൊരു പരസ്യ പ്രഖ്യാപനമായിട്ടോ ഒരു തീരുമാനമായിട്ടോ പറയുകയല്ല, മറിച്ച് താഴെത്തട്ടിലെ കീഴ്ഘടകങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ കാര്യങ്ങൾ തീരുമാനിച്ച് നടത്തട്ടെ എന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അൻവറിൻ്റെ കരുത്തുള്ള ഇടങ്ങളിൽ അൻവറുമായി പ്രാദേശികമായിട്ടൊരു നീക്കുപോക്കിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇക്കാര്യത്തിൽ PB അൻവറിൻ്റെ നിലപാട് പ്രധാനപ്പെട്ടതാണ്. അത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് അൻവർ അതിൽ പ്രഖ്യാപിക്കും. LDFിലേക്ക് വരികയാണെങ്കിൽ LDFിലും നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ നേടിയ അത്ര സീറ്റുകൾ നേടാൻ തന്നെയാണ്, അതിനേക്കാൾ നേടാൻ തന്നെയാണ് LDFിൻ്റെ നീക്കം. 94 പഞ്ചായത്തിൽ 24 ഇടങ്ങളിൽ മാത്രമാണ് LDF ഉള്ളത്. അതുപോലെ 12 നഗരസഭകളിൽ 3 ഇടങ്ങളിൽ മാത്രമാണ് LDFിൻ്റെ സാന്നിധ്യമുള്ളത്. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 5 മാത്രമാണ് LDFിന് ലഭിച്ചിട്ടുള്ളത്. ഇതിലും മികച്ചൊരു പ്രകടനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും LDFിൻ്റെ ഭാഗത്തുണ്ടാവുക. പക്ഷേ മുൻ വർഷത്തെ പോലെ UDFിൽ ഭിന്നത ഉണ്ടായില്ലെങ്കിൽ LDFിന് അത് നേടുക അത്ര എളുപ്പവുമാവില്ല. ശ്രീജ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് മലപ്പുറത്തെ സാഹചര്യം. ഒരിക്കൽ കൂടി തിരികെ ഡാനിയിലേക്ക്. ഡാനി, തൃശ്ശൂരിലെ കാര്യം, ഒരുപക്ഷെ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകമുള്ള ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ മാത്രം ഒരു സുരേഷ് ഗോപി ഇഫക്റ്റ് ആയിരുന്നു. അതിനപ്പുറത്ത് BJPക്ക് അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും തൃശ്ശൂരിലെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ നിലയ്ക്ക് എങ്ങനെയൊക്കെയാണ് മറ്റു മുന്നണികളും NDAയും ഒക്കെ തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്? ശ്രീജ പറഞ്ഞത് 100% ശരിയാണ്. കാരണം തൃശ്ശൂർ സംബന്ധിയായ കാര്യങ്ങളിൽ തൃശ്ശൂരിൽ BJP എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിനപ്പുറം അവിടെ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അവിടുത്തെ ചോദ്യം. കാരണം അവിടെ BJP എന്ന് പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു ലേബൽ തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നിയമസഭാ സമയത്ത് ഏതാണ്ട് കോർപ്പറേഷൻ വാർഡുകളിൽ 20ഓളം സ്ഥലത്ത് BJPക്ക് മുന്നേറ്റമുണ്ടായി എന്നതാണ് പറയുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് വരുമ്പോൾ അത് 35-ലധികം സ്ഥലത്തുണ്ടായെന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയോ കാര്യവുമല്ല. പക്ഷെ അത് അവിടുത്തെ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് അവർക്ക് നേടാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം. അതിന് അവിടെ ഉണ്ടായിരിക്കുന്ന ചില ഗതിവിഗതികളുണ്ട്. പ്രത്യേകിച്ച് അവിടെ മേയർ കുറിച്ച് തന്നെ പറയുമ്പോൾ അദ്ദേഹം കൂടുതലും ആഭിമുഖ്യം പുലർത്തുന്നത് BJPയോടാണെന്നൊരു പൊതുപരാതി നിലവിലുണ്ട്. പൊതുപരാതി എന്ന് പറയുന്നത് UDF ഉയർത്തി കാണിക്കുന്നതാണ്. UDF അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്.
പക്ഷേ മറ്റ് വഴികളില്ല എന്നൊരവസ്ഥയിലാണ് ഇടതുമുന്നണി നിൽക്കുന്നത്. കാരണം അവർക്ക് ഭരണം നിർത്തണമെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ ഭരണം തന്നെ മാറുന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ UDF ആരോപിക്കുന്നത് പോലെ അത് സഹിക്കുക എന്നൊരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാനുണ്ടായുള്ളൂ എന്നാണ് UDF പറയുന്നത്. എന്തായാലും ഈ ചേരുവകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉരകല്ല തൃശ്ശൂരായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കോർപ്പറേഷൻ ഭരണമാണ്. അത് സംസ്ഥാന രാഷ്ട്രീയം തന്നെ പൊതുവായി അവിടേക്ക് ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്ത് ചലനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ആകട്ടെ വളരെ സജീവമാണ് മണ്ഡലത്തിൽ, കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് സജീവമാണ്. അദ്ദേഹം കലുങ്ക് ചർച്ചകളായാലും കോഫി വിത്ത് SG എന്ന് പറഞ്ഞ പുതിയ ഫോർമാറ്റിലേക്ക് അത് മാറുന്നു. അങ്ങനെ ഈ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുള്ളൊരു ഇടപെടലുകളെല്ലാം തന്നെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാക്ഷ്യപത്രം നൽകുന്നത് മേയർ പലപ്പോഴും അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ സഹായകരമായിട്ടുണ്ട്. താനിവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് താൻ നോക്കുന്നതെന്നെല്ലാം തന്നെ ന്യൂസ് 8 തന്നെ അദ്ദേഹം ഒരിക്കൽ പ്രതികരിച്ചതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാമാണ് അവിടെ മണ്ഡലത്തിൽ പോകുന്നത്. അവിടെ സുരേഷ് ഗോപി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. BJP എന്നതിനപ്പുറം സുരേഷ് ഗോപിയിലൂടെ BJPക്ക് എന്ത് നേടിയെടുക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും എല്ലാം തന്നെ ആലോചിക്കുന്നത്. കാരണം ഇത്തവണ ആ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ നേടാനായിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 10ഓളം സീറ്റുകൾ തങ്ങൾക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് BJP പറയുന്നത്. ആ വാദം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയെടുത്ത വോട്ടുകളുടെ ഒരു മുന്നേറ്റം വാർഡുകളിലുണ്ട് എന്ന് പറയുന്നത് 30 വാർഡുകളിലധികമാണ്. വലിയ രീതിയിലൊരു മെജോറിറ്റിയാണത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു അട്ടിമറി വിജയമാണ് BJP അവിടെ ലക്ഷ്യമിടുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അതിനെ തടയിടാൻ കഴിയുമോ, അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചർച്ചകൾ തന്നെയാണ് സ്വാഭാവികമായും ഇടതുമുന്നണിയിലും UDFിലും എല്ലാം തന്നെ നടക്കുന്നത്. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ്. അത് അത്തരം സ്ഥാനാർത്ഥികളെ ഉപയോഗിച്ച് പൊതുസമ്മതരിലേക്ക് നീങ്ങാനുള്ള വലിയ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് വിഭാഗവും ആ രീതിയിൽ തന്നെ ആലോചിക്കുന്നു. LDF UDFും തന്നെ ആ രീതിയിലുള്ള ആലോചന നടക്കുമ്പോൾ BJPയും അതേ സ്ട്രാറ്റജി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പൊതുസമ്മതർ എന്ന് പറയുന്നവരെ സ്വന്തമാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവേ നടക്കുന്ന വലിയ മത്സരങ്ങൾ എല്ലായിടത്തും തന്നെ നമുക്ക് കാണാം. തൃശ്ശൂരിലും അത് വളരെ പ്രകടമാണ്. അത്തരം പൊതുസമ്മതരെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ ആളുകളുണ്ട് എന്നതെല്ലാം തന്നെ ലെവൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂരിലും അത് കൃത്യമായി പ്രതിഫലിക്കും എന്ന് ഈ മുന്നണികളെല്ലാം തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും അവിടെ BJPയുടെ ഇത്തരം നാളത്തെ പ്രവർത്തനങ്ങളുടെ ആ ചേരുവകളുടെ ഒരു പരീക്ഷണമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വീണ്ടും നമ്മൾ ഈ വാർത്തകളിലേക്ക് തിരിച്ചു വരും. അതിനിടെ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രതികരണം വരുന്നു. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുമുന്നണി പൂർണ്ണമായി ഒരുങ്ങിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തുടർ ഭരണത്തിന്റെ ഗുണമുണ്ടാവും, ദുഷ്പ്രചരണങ്ങൾ എക്കാലവും ഉണ്ടാവും, അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുമെന്നും MA ബേബി പറഞ്ഞു. CPIM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായി LDFും CPIMും നിൽക്കുന്നു. തുടർച്ചയായിട്ട് LDFിന്റെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതും മഹാഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നതും എത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി